ഹായ് ഗൈസ്, ക്യൂപിഡ്സ് ഓൺ വീൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഇവിടെ ട്രിവാൻഡ്രം മ്യൂസിയത്തിലോട്ടാണ്. അപ്പോൾ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പോകുന്നു, സൂവിൽ പോകുന്നു. നമ്മൾ പോയിട്ട് കുറേ കാലമായി അല്ലേ സൂവിൽ പോയിട്ട് നമുക്ക് ലയൺ, ടൈഗർ എല്ലാത്തിനെയും കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. 10:30 ഇറങ്ങാൻ പറഞ്ഞിട്ട് മണി ഇവിടെ ഇപ്പോൾ 12 മണിയാവാറായി. എന്നിട്ടെന്താ ഇവിടെ ഒരാൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. എന്താണ് ഇറങ്ങാത്തതിൻ്റെ മെയിൻ റീസൺ? പെട്ടെന്ന് ഇറങ്ങും, നമുക്ക് പോകണ്ടേ സൂയില്? എൻ്റെ അമ്മ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇന്നലത്തെ ഹോളി കഴിഞ്ഞിട്ടുള്ള ബാക്കി പത്രങ്ങളാണ്, എല്ലാത്തിലും കളറാണ്. ഇവിടെ എല്ലാം ഈ കുരുപ്പെടുത്ത് കളഞ്ഞ കളറുകളാണ്. അവിടെ മാത്രമല്ല നമ്മളും ഉണ്ട്. വരാം പോവാം താക്കല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി കാർ എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാറ് വീട്ടിലിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് അപ്പുറത്തോട്ട് മാറ്റിയാണ് കളിക്കുന്നത്. നമ്മൾ ആദ്യം ബൈക്കിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഈ വെയിലത്ത് നമുക്ക് ബൈക്കിൽ പോകുന്നത് പോസിബിൾ അല്ല, കരിഞ്ഞൊരു പരുവോ. നമ്മൾ കാറിൽ പോകാനുള്ള പ്ലാനിലോട്ട് മാറ്റിയതാണ്. വേറൊരു പ്രശ്നം, നമ്മളിതാ കാറിനകത്ത് കയറിയപ്പം മറ്റേ പപ്സ് ഓവനിൽ കയറ്റിയ ഫീലാണ്. അയ്യോ ചൂടെടുത്ത് കിടക്കണേ. അങ്ങനെ നമ്മളിപ്പം പൂജപ്പുര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ മ്യൂസിയത്തിലോട്ട്. നമുക്കിവിടെ നിന്ന് അടുത്താണ്, പക്ഷെ എന്നാലും നമ്മൾ അവിടെ പോയിട്ട് കുറേ കാലമായല്ലേ. നമുക്ക് ഇതൊക്കെ ലക്ഷറി ട്രിപ്പാണ്. പണ്ട് ഈ സ്കൂളിൽ നിന്നൊക്കെ ടൂറ് വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. 50 രൂപ 60 രൂപയൊക്കെ ആയിരുന്നു ആ ടൈമിൽ. ഈ സൂ, പ്ലാനറ്റോറിയം, പിന്നെ സർക്കസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആ ടൈമിൽ ടൂർ വന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇപ്പം എപ്പോഴും വരാൻ പറ്റും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരാതായി. പിന്നെ നമ്മൾ പോയിട്ട് അവിടെ എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്, പുതിയ ഏതെങ്കിലും ജീവികൾ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഒന്ന് സംസാരിച്ചോട്ടാ. ഏത് സൂയിൽ പോയത്? ഇമ്മു സൂയിൽ പോയത്. ഇമ്മു പട്ടി ഏത് പൂച്ച ഏതെന്ന് അറിഞ്ഞുകൂടാത്ത കാലത്തിലാണ് സൂയിൽ പോയത്. പട്ടി പൂച്ച ഓടിക്കുമായിരുന്നു. ഇന്ന് നമുക്ക് സൂയിൽ പോയിട്ട് ടൈഗറിനെ കാണാം, ലയണിനെ കാണാം, എലിഫന്റിനെ കാണാം, ജിറാഫിനെ കാണാം. സൂവിൽ കളിക്കാൻ സ്ലൈഡ് ഇല്ല, അതിന് പുറത്ത് പാർക്കുണ്ട്. നമുക്ക് സൂവിൽ പോയിട്ട് പാർക്കിൽ പോവാം. നമ്മളങ്ങനെ ഇവിടെ എത്തി പാർക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടി. എന്നിട്ടെന്താ ഒരുങ്ങി തീരാത്ത ഒരാൾ ഇവിടെ മുടി കെട്ടിക്കൊണ്ടിരിക്കുന്നു. 2.5 മണിക്കൂർ മേക്കപ്പാണ്. നമ്മളൊക്കെ 5 മിനിറ്റ് കൊണ്ട് കുളിച്ചിറങ്ങുമ്പോൾ ഇവർക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂറാണ്. അടുത്ത ആള് ഇവിടെ പിണങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ വന്നത് പോരാ, ഇനി ഇവിടെ കിടക്കുന്ന ആക്രി എല്ലാം കൂടെ കൊണ്ട് അതിന് അകത്ത് പോകണം. ചൂടിത്തിരി കുറവാണോന്ന് വിചാരിച്ചിട്ട് കറുപ്പെടുത്തിട്ടതാണ്. ഇപ്പൊ പുള്ളി നടക്കാൻ വയ്യാത്ത അവസ്ഥ. അയ്യോ, അങ്ങനെ നമ്മൾ മ്യൂസിയം എത്തിയിരിക്കുകയാണ്. മ്യൂസിയമാണോ സൂ ആണ്? മ്യൂസിയം സൂ ഇതിനകത്താണ്. ഇതിനകത്തൊരു നേപ്പിയർ മ്യൂസിയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സൂവും ഇതിനകത്താണ് വരുന്നത്. അപ്പം മ്യൂസിയം എന്നും പറയാം, സൂ എന്നും പറയാം. ഏതാണ്ട് 55 ഏക്കറിനകത്ത് വരുന്ന ഒരു ലൊക്കേഷനാണിത്. ഇവിടെ എപ്പോൾ വന്നിരുന്നാലും നമുക്ക് നൊസ്റ്റാൾജിയാണ്. കാരണം പണ്ട് ഈ ഭാഗത്തൊക്കെ വന്നിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഈ പഴയ പിക്നിക്കൊക്കെ ഇല്ലേ,
അതേപോലെ ഇവിടെ ഫുഡ് കൊണ്ടുവന്നിരുന്ന് കഴിക്കുമായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരാറൊന്നുമില്ല. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലൊരു അക്വേറിയം ഉണ്ട്. ഇത് നമുക്ക് അകത്ത് സൂവിൽ കയറി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇങ്ങോട്ട് കയറാം. നമുക്ക് സൂ പോവേണ്ടത് നേരെയാണ്. സൂ ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇങ്ങോട്ടും സൂ ഇങ്ങോട്ടുമാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ടിക്കറ്റൊക്കെ ഇപ്പം റേറ്റ് മാറിക്കാണും. പണ്ട് 20 രൂപ എന്തോ ഉണ്ടായിരുന്നു. ഇപ്പം റേറ്റൊക്കെ മാറിയിട്ടുണ്ടാവും. മുതിർന്നവർക്ക് 30 രൂപയാണ്, കുട്ടികൾക്ക് 10 രൂപ. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് 30 രൂപയാണ്. അങ്ങനെ 2 ടിക്കറ്റ്. ഇമ്മൂന് 5 വയസ്സാവാത്തതുകൊണ്ട് ഇമ്മൂന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. 5 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് എടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ അകത്തോട്ട് കയറ്റി വിടത്തില്ല. അത് നമ്മളിതാ ഇവിടുത്തെ ക്ലോക്ക് റൂമിൽ നമ്മളിവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവർ അതിനകത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. എന്നിട്ട് 20 രൂപ ചാർജും കൊടുക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് വന്നിട്ട് ആ ബോട്ടിൽ തന്നെ ഇവിടെ കാണിക്കുമ്പോൾ അവർ ആ എമൗണ്ട് നമുക്ക് റിട്ടേൺ തരും. ഈ ട്രിവാൻഡ്രം സൂവിൻ്റെ തന്നെ ആപ്പ് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിലും iOS-ലും അവൈലബിൾ ആണ്. അപ്പോൾ ബാക്കി ഈ സൂവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ്സ് എല്ലാം നമുക്ക് അതിൽ കിട്ടും. ഇപ്പം തന്നെ തളർന്നു പോയാ? ഐസ്ക്രീം വേണോ? ചോദിച്ചത് അവൾക്ക് അനിമൽസിനൊന്നും കണ്ടോ? അവൾക്ക് ഐസ്ക്രീം കണ്ടോ? അല്ല, ഐസ്ക്രീം കിട്ടിയാ. അങ്ങനെ നമ്മൾ സൂവിലെത്തിയിരിക്കുകയാണ്. ഇമ്മോ ഹായ് പറ. ആർക്ക് ഹായ് പറ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന സിംഹവാലം കുരങ്ങാണ്. ടോട്ടൽ 2 എണ്ണത്തിന് നമുക്ക് കാണാം. നേരത്തെ നിറയെ ഉണ്ടായിരുന്നു അല്ലേ? അടുത്തതായിട്ടുള്ളത് കാട്ടുപോത്താണ്. ബൈസൺ അങ്ങനെ എന്തല്ലേ ഇതിനെ പറയുന്നത്? നല്ല ഗോറെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാട്ടുപോത്ത്. ഇവിടെ പ്രിയ പറയുന്ന ഇവിടെ ഒരു ചെറിയൊരു റൂമുണ്ട്, അതിനകത്തായിരിക്കും ബാക്കി സിംഹവാലം കുരങ്ങുകളായി എന്നാണ് പറയാറ്. എന്തോ സിംഹവാലം കുരങ്ങ് മറ്റേ ജോലിക്ക് വന്നതുപോലെ. അല്ല, ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ചെറിയ ലാഡറൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിനകത്തായിരിക്കാം. ചൂടൊക്കെ അല്ലേ. ഇതുവരെ 3 കാട്ടുപോത്തിനെ നമുക്ക് കാണാം. എന്തൊരു മസിലല്ലേ. ഇവര് പോണ ജിമ്മിൽ പോണം. ബാഹുബലിക്കകത്ത് ഇതാണല്ല. ഈ ബൈസൺ ഇത് സെയിം ആണോ? അതില് ബൈസൺ അല്ലേ? ായിട്ടുള്ള കൂട് റേസസ് മക്കാത്തു, ബംഗാൾ കുരങ്ങ്. പക്ഷേ ഇവിടെ അങ്ങനെ കാണാനില്ല. ഇതിൻ്റെ ഇടയിലിരിക്കുകയാണ്. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ബംഗാൾ കുരങ്ങ്. അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് വൈറ്റ് ട്രീയാണ്. പക്ഷേ ഇത് കാണാൻ നമ്മുടെ യമുന പോലെ ഇരിക്കും, പക്ഷെ വെള്ള നിറമാണ്. കാണാൻ ഏകദേശം യമുവിൻ്റെ ഒക്കെ സൈസാണ്. യമുവിനെ ഇതിന് പിടിച്ചു കൊടുക്കട്ടാ? അനുസരണയില്ല. ഇവിടെ ഇട്ടിട്ട് പോട്ടെ എന്നെ. നിന്നെ ഇവിടെ ഇട്ടിട്ട് ഇതിൽ ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുപോവാം. എന്താ ആ ബംഗാൾ കുരങ്ങൻ്റെ ഇവിടെ കൊണ്ടുപോയിക്കാം. ബംഗാൾ കുരങ്ങൻ്റെ കൂട്. അടുത്തത് കൂമൻ അഥവാ മൂങ്ങ. 2 പേരുണ്ട് ഇവിടെ. ഒരു ഹായ് പറയോ മൂങ്ങ. നമ്മൾ വന്നിട്ട് ഇത്തിരി ക്ലോസപ്പ് തന്ന ഏക ജീവി മൂങ്ങയാണ്. അല്ല, 3 പേരുണ്ട് കേട്ടോ. 1 2 3.
നെക്സ്റ്റ് വൺ ഈസ് കലീജ് പെസൻറ്റ്. കാട്ടുകോഴി പോലത്തെ ഒരു ജീവിയാണ്. അടുത്തതായിട്ട് ഓറഞ്ച് വിങ്ഡ് ആമസോൺ, അതായത് ആമസോൺ തത്ത. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഹായ്. നല്ല പോസ് തരാണല്ലേ. ക്യൂട്ട് പാരറ്റ്. ഇവിടെ അത്രയും മരങ്ങളുള്ളത് കൊണ്ട് നമുക്ക് വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല. നമുക്ക് സുഖമായിട്ട് നടന്നു പോവാം. ആദ്യത്തെ സെറ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത സെറ്റിൽ വരുന്ന ഇത്രയും ആൾക്കാരാണ്. ഇതാണ് ട്രിവാൻഡ്രം സൂവിൻ്റെ ഏകദേശമല്ല ട്രിവാൻഡ്രം സൂവിൻ്റെ മാപ്പ്. മൃഗങ്ങൾ മാത്രമല്ല പല ഇനം വൃക്ഷങ്ങളും ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കവർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രം ഒരു ദിവസം വരേണ്ടി വരും. ഇവിടെയാണ് ഇവിടുത്തെ ഹനുമാൻ കുരങ്ങിൻ്റെ കൂട് വരുന്നത്. ഈ ഇടയ്ക്ക് ഇവിടെ നിന്ന് ചാടിപ്പോയില്ലേ, അതിൻ്റെ കൂട് വരുന്നത്. പക്ഷെ അത് തിരിച്ചു വന്നതാണല്ലോ. ഇതിനകത്തൊന്നും കാണാനില്ല. ഇനി അപ്പുറത്തെ സൈഡ് വല്ലതും കിടപ്പുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മുടെ ഫ്രണ്ട് വ്യൂവിലൊന്നും അങ്ങനെ കാണാനില്ല. ഇത് ചാടിപ്പോയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ കൊമ്പെല്ലാം അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ എന്തിനെയൊക്കെ കണ്ട്? റാബിറ്റിനല്ല, ഇതുവരെ എന്തോന്നൊക്കെ കണ്ട് നമ്മളെ ഒന്നും കണ്ടില്ലേ. കുരങ്ങനെ കണ്ടില്ലേ. മുകളിൽ പോയിരിക്കും. ഐസ്ക്രീം വേണോ ലയണ്ണ കാണണോ? ആ ഇങ്ങനെ ഇരിക്കാം. വീട്ടിലൊരു പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിച്ചിട്ട് ഇരുത്തിയാൽ വേറെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പക്ഷികളാണ്. എന്തൊക്കെയുണ്ട്? ഹെറോൺസ്, പെലിഗൻസ്, വൾച്ചേഴ്സ് ആൻഡ് ഡോഗ്സ്. ഇന്നും ഇവിടെ തളർന്നിരുന്നു. അത് സ്ലൈഡല്ല, അത് കോൺക്രീറ്റ് ആണ്. ഇവിടെ പാർക്കില്ല, നമുക്ക് പുറത്തിറങ്ങിയിട്ട് പാർക്കിൽ കയറാം. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് വെള്ളിമൂങ്ങ. എവിടെ വെള്ളിമൂങ്ങ സാർ? അതേ ഇരിക്കുന്നു. ഒന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞോളാം. ഇവിടെ ഒരു വെള്ളിമൂങ്ങ ഇരിപ്പുണ്ട്. ഇവർക്ക് വലിയ കൂടായതുകൊണ്ട് അങ്ങോട്ട് മാറിയിരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അത് മാത്രമല്ല ഗ്രില്ലിട്ടിട്ടുണ്ടല്ലേ, വലിയ സൈസ് ചെയ്തിട്ടുണ്ട്. വൾച്ചേഴ്സാണ്. ഒന്ന് നോക്കിക്കാം. വൾച്ചർ 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 ഹിമാലയൻ വൾച്ചർ, ഹിമാലയൻ കഴുക. അടുത്തതായിട്ട് മീൻ മുതലാണ്, അതായത് ഗാരിയ. കിടക്കുന്നു, സ്റ്റാച്ചു ആയിട്ട് കിടക്കണല്ലേ. അയ്യോ, ആ സാധനം കിടക്കുന്ന ഇതാ ഇതിന്റെ പുറത്താണ്. ഇത് ഞാൻ വിചാരിച്ച പാറയായിരിക്കും. ഇതാ ഒരാളിവിടെ. ഇത് ഗ്ലാസ് പൊട്ടിച്ച് വരുമോ? അയ്യോ, ഗ്ലാസ് പൊട്ടിച്ചെല്ലാം ഇങ്ങോട്ട് വരുമോ? വെയില് കായാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഗൈസ്. ഹായ് മുതലല്ലല്ലോ, ഇതിനെന്ത് വേറെന്തോ പേര് പറയാമല്ലോ. അല്ല, മുതലല്ലല്ലോ, ഇത് ചീങ്കണ്ണി. മുതലയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ വലിയ വായ.
ബേർഡ്സ് ഇൻ അക്വാട്ടിക് ഏരിയറി, ജലപക്ഷികൾ, ഇത്രയും സാധനങ്ങൾ ഇതിനകത്തുണ്ട് ഗൈസ്. കേരളത്തിൽ തൃശ്ശൂരും ട്രിവാൻഡ്രം മാത്രമേ സൂ വരുന്നുള്ളൂ. അതിൽ ട്രിവാൻഡ്രം സൂ ആണ് ഏറ്റവും വലുത്. 55 ഏക്കറിനുള്ളിലാണ് ഇത് ഇത്രയും വരുന്നത്. വിദൂരതയിൽ നമുക്ക് മാനിനെ കാണാൻ പറ്റും. ഈ ആൺമാനിനാണെന്ന് തോന്നുന്നു നല്ല കൊമ്പുള്ളത്. അല്ല എങ്കിൽ ആണുങ്ങളാണ് കാണാൻ ലുക്ക്. ആരും ഒന്നുകൂടെ പറഞ്ഞത് ഇവിടെ കുറച്ച് കൂടുകൾ ഒഴിഞ്ഞവരൊക്കെ ഈ കൂട്ടിലുണ്ടാവേണ്ടത് ഗോൾഡൻ ഫെസൻ്റാണ്. ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ ഇതിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്രാവശ്യം കാണാനില്ല. ഇവിടെ ഒരാളുണ്ട്, ലേഡി ആംഹസ് ഫെസൻറ്റ്. കോഴി വർഗത്തിൽപ്പെട്ട ഒരു കിളിയാണ്. കിളിയല്ലല്ലോ, പക്ഷിയല്ലേ. കിളി തന്നെയാണ് പക്ഷി. അങ്ങ് ദൂരെ നമുക്ക് കരടിയെ കാണാൻ പറ്റും. ഇവിടെ വെയിലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്, അത് തണലിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. നേരത്തെ നമ്മൾ വന്നപ്പം, പണ്ട് നമ്മൾ വന്നിട്ടുള്ളപ്പോൾ ഒരു 2 എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ ഒരു പൊട്ടുപോലെ കാണാം. ഇവിടെ ഇനി ഇവിടെ സെക്യൂരിറ്റി ചേട്ടനാണ്. ഇതിനകത്തൊന്നും ഇല്ല ചേട്ടാ, ഇതിനകത്തൊന്നുമില്ലേ? എന്തുവാണ് ഇതിനകത്ത്? ഇതിനകത്തും കരടിയുടെ കൂടാണ് കേസ്, പക്ഷെ കരടിയില്ല. സ്ലോത്ത് ബിയർ അതിൻ്റെ കരടിയാണ്, പക്ഷേ കാണാനില്ല. സൂവിൻ്റെ ഒരു റിവ്യൂ പറയുന്നു. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സ്പീരിയൻസ്? വ്യൂവേഴ്സിന് ഹായ് പറഞ്ഞിട്ട് പറയാം. അടിപൊളി ഇല്ലേ? ഇനിയിപ്പോൾ നമുക്ക് വേറെ എവിടെ പോവാം? തൊത്തായ അതെന്ന് തോന്നുന്നു. ഇമ്മൂനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേഴ്സറിയിൽ ഇമ്മൂനെ ആക്കിയിട്ട് അപ്പയും അമ്മയും കൂടെ പോവാം. ഇമ്മൂനെ ആ നേഴ്സറിയിൽ കൊണ്ടാക്കാം. എവിടെ? നമ്മൾ അടുത്ത് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടിലോട്ടാണ്. സിംഹം ഏറ്റവും കൂടുതൽ തിരക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. നമ്മൾ നടന്ന് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂടിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. വിദൂരതയിൽ നമുക്ക് 1, 2, 3, 4 ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിനകത്ത് കിടക്കുന്ന കാണാം. വെയിലായ ഇതാണ് പ്രശ്നം, ഒന്നും വെളിയിലോട്ട് വരാറില്ല. ഇപ്പം അതിന് പേര് വന്നല്ലേ. ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഇരിക്കാനൊരു മരത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. അടിപൊളിയല്ലേ? ദൂരെ നമുക്ക് റൈനോയുടെ കൂട് കാണാം. ഒരാളെ ഉള്ളൂ കേട്ടോ, പാവം. ഒരാളെ ഉള്ളൂ. അതിന് കൊമ്പും കാണാനില്ല. സാധാരണ റൈനോയ്ക്ക് കൊമ്പ് വരേണ്ടതല്ലേ, പക്ഷെ അതിന് കൊമ്പ് കാണാനില്ല. വീണ്ടും നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. എന്ത് സുഖമല്ലേ, പിന്നെ വെള്ളത്തിനകത്ത് കിടക്കുക. ഇവിടെ നമുക്ക് മ്ലാവിനെ കാണാൻ പറ്റും ഗൈസ്. ഒരു ലോഡ് മ്ലാവ്. ഒന്നിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയി.
ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്, പക്ഷേ എൻ്റെ കൊമ്പില്ല. എന്തായിരുന്നു സാമ്പാഡിയ? യെസ്. നമ്മളിനി പോകാൻ പോകുന്നത് മാംസഭോജികളുടെ കൂട്ടിലോട്ടാണ്. ഇവരൊക്കെയാണ് അവർ. ഹരിസിംഹത്തിന് നമ്മൾ നേരത്തെ കണ്ട്. ഇവിടെ ഇനി കടുവ, പുലി, കഴുതപ്പുലി ഇതിനെ കാണാൻ പറ്റും. നമ്മൾ പുള്ളിപ്പുലിയുടെ കൂട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ. എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കുഞ്ഞുണ്ട്. നമുക്ക് പക്ഷേ അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല. എൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അകത്ത് ഫുഡ് കഴിച്ചിട്ട് വിശ്രമിക്കുന്ന ഒരു വെള്ളക്കടുവയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2 കൂട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെയൊക്കെ നേരത്തെ കടുവ ഉണ്ടായിരുന്ന കൂടാണ്, പക്ഷേ ഇപ്പം ഒന്നിനകത്ത് കാണാനില്ല. ഇനി മാറ്റിയിട്ടേക്കുന്നതാണെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നമുക്കൊരു കടുവ ഉറങ്ങുന്നത് കാണാം. ഉച്ച ഉറക്കത്തിലാണ് വെള്ളക്കടുവ. ഇവിടെ സിംഹത്തിൻ്റെ കൂടാണ് ഗൈസ്. നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ കണ്ട ഈ ആൺസിംഹത്തിനെയാണ് നമ്മൾ താഴെ കണ്ടത്. അതിൻ്റെ ഇപ്പുറത്തെ വശത്തായിട്ട് പെൺസിംഹത്തിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ ഈ ഒരു വശത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നമ്മൾ സിംഹത്തിനെ കണ്ടത്. ഇവിടെ ഉള്ളിൽ വിശ്രമിക്കുന്ന സാധാ വരയൻ കടുവ. നമ്മളിവിടെ ഈ കഫറ്റീരിയയിൽ വന്നിട്ട് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ ആകെ ചായ കാപ്പി മാത്രമേ ഉള്ളൂ. മണി ഇപ്പം 1:45. നമ്മൾ ഈ സമയത്ത് ചൂടത്ത് ചായയും കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വീഴുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ജസ്റ്റ് മാറ്റി നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു നൊസ്റ്റാൾജിക് ഐറ്റം ഉണ്ട്, നമുക്കത് കുടിക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് അതെന്താണെന്ന് കാണിച്ചു തരാം. നമ്മളിവിടെ വരുമ്പോൾ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമുക്കിവിടെ വന്നിട്ട് കുറച്ച് ബട്ടർഫ്ലൈസിനെ സ്പോട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അത്യാവശ്യം ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു ഫൗണ്ടനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത്രയും ചിത്രശലഭങ്ങൾ ഇതിനകത്തുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് ചിത്രശലഭങ്ങൾ താഴെ കാണാൻ പറ്റും. ചെറുതായിട്ട് മുള്ളം പന്നികളാണ്. മുള്ളം പന്നി അത്യാവശ്യം ഒരുപാടുണ്ടല്ലേ. എലിയുടെ വർഗത്തിലുള്ളതാണല്ലോ. നമ്മൾ കയറുന്ന ഊരകങ്ങൾ, റെപ്റ്റൈൽസ് ഉള്ള പാർക്കാണ്. അങ്ങനെ നമ്മൾ റെപ്റ്റൈൽസിൻ്റെ കേജിൽ കയറി. പക്ഷെ നമുക്ക് അവിടെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡാണ്. അതുകൊണ്ട് നമ്മളൊന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ പോകണം. ഇമ്മുനെന്താ വേണം? ഇമ്മൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇമ്മൂന് ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങണം, നമുക്കെന്തെങ്കിലും കുടിക്കണം. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ലാസ്റ്റ് വരുന്നത് മയിലിൻ്റെ കൂടാണ്. ഇവിടെ നമുക്കൊരു ആൺമയിലിനെ കാണാം, പുറകെ ഒരു പെൺമയിൽ. ആൺമയിൽ ഒന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ആൺമയിൽ ഒന്നേ ഉള്ളൂ. ബാക്കിലിരിക്കുന്ന ആൺമയിലാണോ പെൺമയിലാണോ എന്ന് അറിഞ്ഞൂടാ.
അധികം കളറില്ല. പെൺമയിൽ തന്നെയാണ്. ആൺമയിൽ ഇതായിരിക്കാം. പുറത്തിറങ്ങി ഇവിടെ സൈഡിൽ തന്നെ ഒരു കഫറ്റീരിയ ഉണ്ട്. ഇവിടെ അത്യാവശ്യം ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ നമ്മളിവിടെ നിന്ന് കഴിക്കുന്നില്ല, കാരണം ഇവിടെ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസാണ് അവൈലബിൾ. അപ്പോൾ പ്രിയ വ്രതത്തിലായതുകൊണ്ട് അവർക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് വെജിറ്റേറിയനും കൂടെ ഉള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലോട്ട് വേണം പോകാൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൊസ്റ്റാൾജിക് ഐറ്റം. ഈ ആപ്പിൾ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് ഇവിടെ എത്രയോ കാലമായിട്ടുള്ളതാണ്. നമ്മൾ ചെറുതിലായിരിക്കുമ്പോഴേ ഇവിടെ ഈ സാധനം ഉള്ളതാണല്ലേ. ചേച്ചി ഒരു ആപ്പിൾ ജ്യൂസ്, ഒരു ഓറഞ്ച് ജ്യൂസ്. ഒന്നുമില്ല. ഓറഞ്ച്. അപ്പോൾ 2 ഓറഞ്ച് ജ്യൂസ്. ആപ്പിൾ ജ്യൂസ് ഇല്ല ഗൈസ്. ചേച്ചി നേരത്തെ ഇവിടെ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നല്ലോ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ ഉള്ള സാധനം. ഇപ്പോഴും നമ്മളും അതാണ് പറഞ്ഞുകൊണ്ടാണ്. നമ്മളിവിടെ വരുമ്പോഴേ ആദ്യം കാണുന്ന ഈ സാധനമാണ്. പഴയതുപോലെ തന്നെ. ആപ്പിൾ ജ്യൂസ് ഇല്ല. ആപ്പിൾ ജ്യൂസ് ആയിരുന്നു വേണ്ട. ലിച്ചി ഫ്ലേവർ. ലിച്ചി ഫ്ലേവർ കുടിച്ചു നോക്കും. ആണോ? ആണോ? അവരുടെ തന്നെ. ആപ്പിളാണ് മെയിൻ അല്ലേ? മെയിൻ ആപ്പിളാണ് ഇവിടുത്തെ ഫേമസ്. പക്ഷെ ഇപ്പോൾ ആപ്പിൾ ഇല്ല. ആപ്പിൾ ജ്യൂസ് കഴിഞ്ഞു. പിന്നെ ഇവിടെ ഒരു മെഷീൻ വരുന്നുണ്ട്, അതും കംപ്ലൈൻ്റാണ്. നമ്മളതുകൊണ്ട് രണ്ടാമത് ലിച്ചി ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. കൊള്ളാം. ലിച്ചി ജ്യൂസും ആപ്പിൾ ജ്യൂസിൻ്റെ അത്ര വരത്തില്ല. ആപ്പിൾ ജ്യൂസാണ് ഇവിടുത്തെ മെയിനായിട്ട്. പക്ഷെ അത് നമുക്കൊന്നും കിട്ടിയില്ല. നമുക്ക് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇത് HPMCയുടെ കീഴിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ വരുന്ന ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ജിഞ്ചറൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടുത്തെ ആപ്പിളാണ് മെയിൻ. ഇത് ഹിമാചൽ പ്രദേശ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ടോട്ടൽ 2 ഓറഞ്ച് ജ്യൂസ്, ഒരു ലിച്ചി ജ്യൂസ്, അങ്ങനെ 3 ജ്യൂസിന് 90 രൂപയായിട്ടുണ്ട്. റേറ്റൊക്കെ അത്യാവശ്യം കത്തിയാണ്. എന്നിരുന്നാലും ഈ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ വന്നാലല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വാങ്ങിച്ചോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അടുത്തെന്ന് വെച്ചാൽ നമ്മളെ ഈ സൂവിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ടടുത്ത് തന്നെ. ഏതിൽ കയറണേ മോന്? ബാ സ്ലൈഡിൽ കയറാം. ബാ സ്ലൈഡിൽ കയറാം. ബാ. അപ്പോൾ നമ്മൾ സൂവിൽ കയറിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണം. നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയാണ് ഇറങ്ങി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കയറിയിട്ട് ഊണെന്തെങ്കിലും കഴിക്കണം. അതവിടെ പുറകെ ഒരാൾ ബബിൾസ് വാങ്ങിച്ചു കൊടുക്കാത്തത് കൊണ്ടിരുന്നുള്ളൂ. അതിൻ്റെ പ്രതിഷേധാർഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമ്മോ കരച്ചിൽ നടത്തൂല്ലേ? ഭയങ്കര പിണക്കമാണ്. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുമല്ല. മൃഗങ്ങളൊന്നും ഇല്ലല്ലേ. മൃഗങ്ങൾ ഭയങ്കര കുറവാണ്. പണ്ടത്തെ പോലെ ആനയും ജിറാഫ് അങ്ങനെയൊന്നും ഇല്ല. ആനയൊന്നും ഇല്ല. ആനയില്ല, ജിറാഫ് ഇല്ല, സീബ്ര ഇല്ല.
ഇങ്ങനെയുള്ള പല സാധനങ്ങളും അതിനകത്തില്ല. പിന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്, പഴയത് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതാണ്, മൃഗങ്ങൾ കുറവാണ്. ഉള്ള മൃഗങ്ങളിനെയൊക്കെ വെച്ചിട്ട് അവർ തട്ടിക്കൂട്ടി ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് നമുക്ക് കുമാറിൽ പോകാം. നമുക്ക് പോകുന്ന വഴിക്ക് കുമാർ കഫേയിൽ കയറി ഫുഡും കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് വ്ളോഗ് എൻഡ് ചെയ്യാം. നമ്മളങ്ങനെ കുമാർ കഫേ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് സീറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ ഇപ്പോൾ AC ഡൈനിങ് ഏരിയ ഉണ്ട്, നോർമലും ഉണ്ട്. നമുക്ക് എവിടെയാണ് സീറ്റ് കിട്ടുന്നത് അവിടെ കയറി കഴിക്കാം. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 വെജ് മീൽസ് പിന്നെ ഒരു ചിക്കൻ കറി. പ്രിയ വെജ് മീൽസേ കഴിക്കുകയുള്ളൂ, അവളെ വ്രതത്തിലായതുകൊണ്ട്. പിന്നെ ഇമ്മൂനിവിടെ ചോറ് പച്ചടി മാത്രം. അവൾക്ക് ഇനിയിപ്പം വേറെ എന്ത് കൊണ്ടുവന്നിരുന്നാലും അവൾ ഇത് 2 മാത്രമേ കഴിക്കുകയുള്ളൂ. ചോറിങ്ങനെ എടുക്കുക, അതിൽ സാമ്പാർ വെക്കുക, അതിൽ കുറച്ച് തോരൻ ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴയ്ക്കണം. കുഴച്ചിട്ട് അതിൽ കുറച്ച് കൂട്ടുകറിയും കൂടെ വച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ്. അപ്പം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിറങ്ങി. 2 ഊണ്, 1 ചിക്കൻ കറി, 2 ലൈം അല്ലേ, എല്ലാം കൂടെ 567. ഊണൊക്കെ നല്ല ഊണാണ്. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇതിന് മുമ്പും കളയുന്നു. ബബിൾസ് വാങ്ങിച്ച് തരാം, ഇതൊന്ന് പറയട്ടെ. നമ്മൾ ഇവിടെ നിന്ന് നേരത്തെ ഊണ് കഴിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഇവിടെ നിന്ന് സ്ഥിരം കഴിക്കാറുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഊണിൻ്റെ കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നുമില്ല അല്ലേ. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാമെന്ന്, വീട്ടിൽ ചെന്നിട്ട് എൻഡ് ചെയ്യാമെന്ന്? വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഓക്കെ. അപ്പം അതിനു മുമ്പ് നമുക്ക് ഇപ്പോൾ ഇവിടെ കിടന്നങ്ങ് ഉറങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാറിൽ AC ഇട്ടിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടു റോഡായതുകൊണ്ട് അതും പറ്റൂല. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇനി നമുക്കപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം അല്ലേ ഇമ്മു? ഇമ്മുവിന് ബബിൾസ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. ബബിൾസ് കട ഉണ്ടെങ്കിൽ വാങ്ങിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. സമയം ഇപ്പം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തി. ഇനി ഇച്ചിരി കിടന്ന് ഉറങ്ങണം. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണം. നമ്മളെ വീഡിയോ ഇടുന്നതിലെ ഫ്രീക്വൻസി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കമൻറ്റ് നമുക്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ ജോലിക്ക് പോകണം, അതിൻ്റെ ഇടയിൽ വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ എടുക്കണം. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇച്ചിരി ലാഗ് വരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മാക്സിമം ലാഗില്ലാതെ കിട്ടാം, ഫ്രീക്വൻസി കുറച്ചെങ്കിലും കൂട്ടാൻ നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ പറയേ, എവിടെ നോക്കി പറയേ. ബൈ ബൈ.